യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ ബൈബിളിലെ സാമൂഹ്യ ദർശനം എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് ന്യായാധിപന്മാരെ ദൈവം നിയമിച്ചുവെങ്കിലും ന്യായാധിപന്മാർ കൈക്കൂലി വാങ്ങുകയും അഴിമതി നടത്തുകയും ചെയ്യുന്നവരായിരുന്നു. അത് പാടെ പരാജയമായി എന്ന് കണ്ടപ്പോൾ ദൈവം രാജാക്കന്മാരെ അവർക്ക് ദൈവജനത്തിന് നൽകി, ഇസ്രായേൽക്കാർക്ക് നൽകി. പക്ഷേ ആ രാജാക്കന്മാരും ഒരു വിധത്തിൽ പറഞ്ഞാൽ അവർ തകർന്ന അവസ്ഥയിലായിരുന്നു. ജനങ്ങളെ പിഴിയാൻ തുടങ്ങി, അമിതമായ നികുതി ചുമത്തുകയും അവരെ വീർപ്പുമുട്ടിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള രാജാക്കന്മാരുടെ തകർന്ന അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ആ വിശേഷങ്ങൾ ഇനിയുള്ള എപ്പിസോഡിലും തുടരാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഇന്ന് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ നമ്മോട് കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ഛനെ നിങ്ങളേവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സോളമൻ രാജാവിനെ കുറിച്ച് പറഞ്ഞു. സോളമൻ രാജാവിൻ്റെ മകനെക്കുറിച്ച് നമ്മൾ പറയാൻ തുടങ്ങിയപ്പോഴാണ് ആ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. നമുക്ക് ആ സംഭവം ഒന്നുകൂടി അച്ഛൻ ആരംഭം മുതൽ പറയുന്നത് നന്നായിരിക്കുന്നു. സോളമൻ രാജാവിൻ്റെ ഭരണകാലത്ത് തന്നെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ പ്രയാസപ്പെടാനായിട്ട് തുടങ്ങി. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഞെരുക്കം അവരനുഭവിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അമിതമായിട്ടുള്ള നികുതിയാണ്. രാജാവിനും രാജകുടുംബത്തിനും വേണ്ടിയിട്ട് പാവപ്പെട്ട മനുഷ്യരിൽ നിന്ന് നികുതി പിരിക്കുകയാണ്. ആർഭാടപൂർവ്വം തന്നെയാണ് അദ്ദേഹം ജീവിച്ചത് എന്നുള്ളതാണ്. അപ്പം ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒന്നാം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ സോളമൻ്റെ അധപ്പതനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം, സോളമൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൻ റെഹോബോവാം ആണ് രാജഭരണം ഏറ്റെടുക്കുന്നത്. അദ്ദേഹം 4ാമത്തെ രാജാവാണ്. ഇസ്രായേലിലെ അവിഭക്ത ഇസ്രായേലിൻ്റെ 4ാമത്തെ രാജാവാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ് രാജ്യം വിഭജിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം രാജഭരണം ഏറ്റെടുത്തപ്പോൾ തന്നെ ആളുകൾ ഉടൻ തന്നെ ഇസ്രായേലിൽ വടക്കൻ പ്രദേശത്തുള്ള ആളുകൾ, അവരുടെ നേതാക്കന്മാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഒരു സങ്കടം ബോധിപ്പിക്കുകയാണ്. അതായത് ആ സങ്കടം എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് 12-ാം അധ്യായത്തിൽ, അതൊന്ന് വായിക്കുന്ന നല്ലതാണ്. എന്തുമാത്രമാണ് ആ പാവപ്പെട്ട മനുഷ്യർ വേദനയിലൂടെ കടന്നുപോയി എന്നുള്ളത്, ഞെരുക്കത്തിലൂടെ കടന്നുപോയെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 1 രാജാക്കന്മാർ 12-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം എന്നുള്ളതാണ്. അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വച്ചത് ഭാരമേറിയ നുകമാണ്. ഞങ്ങളുടെ ജോലിയുടെ കാഠിന്യവും അവൻ വച്ച നുകത്തിൻ്റെ ഭാരവും അങ്ങ് ലഘൂകരിക്കണം. ഞങ്ങൾ അങ്ങയെ സേവിക്കാം ആണ്. പുതിയ രാജാവിൻ്റെ അടുത്ത് വടക്കൻ ദേശത്തുള്ള ഇസ്രായേലിൻ്റെ വടക്കുള്ള ഗോത്രങ്ങളുടെ തലവന്മാർ വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഓർക്കണം, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വെച്ചത് ഭാരമേറിയ നുകമാണ്. ഓർക്കണം, നുകം എന്ന് പറയുന്നൊരു പ്രതീകമാണ്, അടിമത്തത്തിൻ്റെ പ്രതീകമാണ്. പഴയ നിയമത്തിൽ പ്രവാചകൻ ജനം കാണെ നോക്കി നിൽക്കെ നുകം വഹിച്ചു കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം അടിമത്തത്തിലേക്ക് പോകുന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വെച്ചത് ഭാരമേറിയ നുകമാണ്. ഞങ്ങളുടെ ജോലിയുടെ കാഠിന്യവും അവൻ വെച്ച നുകത്തിൻ്റെ ഭാരവും അങ്ങ് ലഘൂകരിക്കണം. ഞങ്ങൾ എന്ത് ജോലിയും ചെയ്യാം. അതാണ്, ഞങ്ങളുടെ ജോലിയുടെ ലഘൂകരിക്കണം, ഞങ്ങൾ അങ്ങയെ സേവിക്കാം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ പിന്നീട് ഇതേ അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, അദ്ദേഹം ഇവരുടെ ഈ അപേക്ഷ നിർദ്ദയം തള്ളിക്കളയുകയാണ്. നിർദ്ദയം തള്ളിക്കളയുന്ന മാത്രമല്ല, മറിച്ച്
തൻ്റെ പിതാവ് ചെയ്തതിനേക്കാളും വലിയ തിന്മയാണ് അദ്ദേഹം ഈ പാവപ്പെട്ട ജനത്തോട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്, പ്രവർത്തിക്കാനായിട്ട് തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഭാരം ലഘൂകരിക്കുകയല്ല, ഭാരം വർദ്ധിപ്പിക്കും എന്ന് പറയാണ്. അപ്പോൾ എന്നിട്ട് അതിനുള്ള പ്രതികരണം ജനം കൊടുത്തു. എന്താണ് അതിൻ്റെ ഫലമായിട്ട് അവർ പറഞ്ഞു, ഇനി ഞങ്ങൾ ഈ യൂദാ വംശത്തോട് ദാവീദിൻ്റെ ഗോത്രമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടുന്ന് പിരിഞ്ഞു പോവുകയും അവരവരുടേതായിട്ടുള്ള രാജാവിനെ വഴിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇസ്രായേൽ രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു, രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു. ഓർക്കണം, ചരിത്രം ആണ് ഇങ്ങനെ. അത് വടക്കൻ രാജ്യത്തുള്ള വടക്ക് ഭാഗത്തുള്ള ഇസ്രായേലെന്നും തെക്ക് ഭാഗത്ത് യൂദാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് രാജ്യം ഉടലെടുക്കുകയാണ്. നമ്മൾ വിഷയമായിട്ട് ബന്ധപ്പെടാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചയ്ക്ക് ആവശ്യമില്ല. പക്ഷേ പിന്നീട് ഈ രണ്ട് രാജ്യങ്ങളിലും വടക്കുള്ള ഇസ്രായേലിൻ്റെ തലസ്ഥാനം സമറിയായും യൂദയായുടെ തലസ്ഥാനം ജെറുസലേമുമായിട്ട് അവർ ഭരണം നടത്തുന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളിലും പ്രത്തോണം ഇസ്രായേൽ ജനതയാണ്, ദൈവത്തിൻ്റെ ജനതയാണ്. അവർ പിന്നീട് വരുന്ന രാജാക്കന്മാർ, പിന്നീട് നടക്കുന്ന ഭരണ സംവിധാനങ്ങളെല്ലാം പാടെ തറക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടെ ദൈവത്തിൻ്റെ കൽപ്പന നിരസിക്കുകയാണ്, ലംഘിക്കുകയാണ്. അതായത് പ്രത്യേകിച്ച് പ്രവാചകന്മാരൊക്കെ പറയുന്നൊരു കാര്യം, അതിൽ നീതി, സാഹോദര്യം ഇതൊക്കെ തകർക്കപ്പെടുകയാണ്. ദരിദ്രർക്ക് കൊടുക്കേണ്ട സംരക്ഷണം അവർ പാടെ അവഗണിക്കുകയാണ് പ്രത്യേകിച്ച്. അപ്പോൾ അതിനെതിരെ ഈ പ്രവാചകന്മാർ ശബ്ദമുയർത്തുന്നുണ്ട്. പ്രവാചക ഗ്രന്ഥങ്ങളിൽ ഇവിടെ നമ്മൾ കണ്ണോടിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം, ജെറമിയ പ്രവാചകൻ, യെശയ്യായ, ജെറമയായ, ആമോസ്, മിക്ക, തുടങ്ങിയ പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇവരുടെ ഒരു സാമൂഹ്യ വീക്ഷണം, ബൈബിളിലെ സാമൂഹ്യ ദർശനം വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സമൂഹത്തിൽ നടമാടിയിരിക്കുന്ന തിന്മയ്ക്കെതിരെ അത് പലതരത്തിലുള്ള തിന്മയാണ്. പ്രത്യേകിച്ച് ഈ സാമൂഹ്യ തിന്മകളിൽ പ്രത്യേകിച്ച് ദരിദ്രരെ പാടെ അവഗണിച്ചുകൊണ്ട്, അവരെ ചൂഷണം ചെയ്തുകൊണ്ട്, അനാഥരെയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതത്തിൻ്റെ, ഒരു സമ്പന്ന വർഗത്തിൻ്റെ ജീവിത ശൈലിയും, അതുപോലെ തന്നെ ന്യായാധിപന്മാർ, ജഡ്ജസ്, അവരെങ്ങനെയാണ് ഇവരോട് നീതി നിർവഹിക്കുന്നത് എന്നുള്ളതാണ്. നീതി നിർവഹണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അനീതിയുടെ നിർവഹണമാണ്. നീതിന്യായ കോടതിയിൽ നിർവഹിക്കപ്പെടുന്നത് അനീതിയാണ്. അപ്പോൾ അതേക്കുറിച്ച് എല്ലാം ഈ പ്രവാചകന്മാർ പറയുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ സാമൂഹ്യ കാലിക പ്രസക്തിയുള്ള ചില വിഷയങ്ങളുണ്ട്, അവർ ചർച്ച ചെയ്യുന്ന ചില വിഷയങ്ങൾ. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ട ഒരു ഗ്രന്ഥം ആമോസിൻ്റെ ഗ്രന്ഥമാണ്. സാറ് പറഞ്ഞ പോലെ ആമോസിൻ്റെ ഗ്രന്ഥമാണ്. ആമോസ് പ്രവാചകൻ സാമൂഹ്യ നീതിയുടെ പ്രവാചകൻ എന്നാണ് അറിയപ്പെടുന്നത്. സാമൂഹ്യ നീതിയുടെ പ്രവാചകൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം ഇസ്രായേലിൽ ജെറോബോവാം രണ്ടാമൻ ഭരണം നടത്തുന്ന അവസരത്തിലാണ്, അതായത് വടക്കൻ രാജ്യമായിട്ടുള്ള ഇസ്രായേലിൽ ജെറോബോവാം രണ്ടാമൻ ഭരണം നടത്തുന്ന അവസരത്തിലാണ് ഈ ആമോസ് പ്രവാചകന് തൻ്റെ ജോലി നിർവഹിക്കുന്നത്, പ്രവാചക ദൗത്യം നിർവഹിക്കുന്നത്. രണ്ടാമൻ ജെറോബോവാമിൻ്റെ ഭരണകാലം എന്ന് പറയുന്നത് 789 748 BC, ക്രിസ്തുവിന് മുമ്പുള്ള കാലമാണ്. വാസ്തവത്തിൽ ആമോസ് ഈ തെക്ക് നിന്ന് വന്ന പ്രവാചകനാണ്, യൂദയായിലുള്ള പ്രവാചകനാണ്. പക്ഷേ അദ്ദേഹം പ്രവചന ദൗത്യം നിർവഹിക്കുന്നത് ഇസ്രായേലിലാണ്, ഒരു രാജ്യത്താണ്. അപ്പോൾ ഇദ്ദേഹം നോർത്തിലാണ്. ഈ കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു. നമ്മൾ ഓർക്കണം, ഇത് ഇസ്രായേൽ ചരിത്രത്തിൽ അധിക നാൾ, ഈ ഇസ്രായേൽ രാജ്യം എന്ന് പറയുന്നത് വിഭജിക്കപ്പെട്ടതിന് ശേഷം അധിക നാൾ നിലനിന്നില്ല. 722 വരെ, BC 722 വരെ ഉണ്ടായിരുന്നുള്ളൂ, അതിനൊരു നിലനിൽപ്പുണ്ടായിരുന്നുള്ളൂ. 722 അസീറിയക്കാർ ഇസ്രായേൽ ദേശത്തെ കീഴ്പ്പെടുത്തുകയും ഇസ്രായേൽക്കാരെ അവരുടെ അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ വിവിധ ദേശങ്ങളിലേക്ക് കൊണ്ടുവരികയും, എല്ലാവരെയല്ല കൊണ്ടുപോവുകയും, പിന്നെ അസീറിയക്കാർ
ഇസ്രായേലിലെ നോർത്തിൽ പ്രത്യേകിച്ച് സമറിയ ഭാഗത്തൊക്കെ അവർ വരികയൊക്കെ ചെയ്ത അങ്ങനെ ഒരു ചരിത്രമുണ്ട്. നമ്മൾ അതിലേക്ക് വരുന്നില്ല. ഏതായാലും ആമോസ് പ്രവാചകൻ പ്രവാചക ദൗത്യം നടത്തിയിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയുടെ കാലമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം അത് ഞെരുക്കത്തിൻ്റെ കാലവും കൂടിയായിരുന്നു എന്നുള്ളതാണ്. സംരക്ഷണം ലഭിക്കേണ്ട വ്യക്തികൾ അനാഥരായിട്ട് പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോഴെങ്കിലും പറയുമല്ലോ, ഇന്ത്യ വലിയ ശക്തിയായിട്ട്, വൻ ശക്തിയായിട്ട്, സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു എന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യയിലെ ദരിദ്രരുടെ എണ്ണം, ദരിദ്രരുടെ അവസ്ഥ അതെവിടെയാണെന്ന് നമ്മൾ ഓർക്കണം എന്നുള്ളതാണ്. ദരിദ്രർ കൂടുതൽ ദരിദ്രരായി. അപ്പം നമ്മൾ ഇത് കൊള്ളുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ നമ്മൾ കയറ്റുമതി ചെയ്യുന്ന ഐറ്റംസ്, അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വരുമാനം, ഇതൊക്കെ പറയുമ്പോഴും ഈ കയറ്റുമതി കൊണ്ട് ആര് എന്ത് നേടി എന്നുള്ളതാണ്. ഒരു ചെറിയ വിഭാഗം കുറേ മുതലാളിമാർ, വ്യവസായികൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കാലം. അപ്പം ഇസ്രായേൽ ജനം, വടക്കൻ രാജ്യം ഇസ്രായേൽ സാമ്പത്തികമായിട്ട് ഉയർന്നെങ്കിലും ഈ ഉയർച്ച ഏതാനും വ്യക്തികൾക്കുള്ള ഒരു ഉയർച്ചയായിരുന്നു. അപ്പോൾ ഇതിനെതിരെ വാസ്തവത്തിൽ അപ്പം ഈ അവസ്ഥയ്ക്ക്, ഇങ്ങനെ ഒരു അവസ്ഥ ഇസ്രായേലിൽ ഒരു കാര്യം മാത്രം സാമ്പത്തികമായിട്ടുള്ളതല്ല, പലതരത്തിലുള്ള ഞെരുക്കത്തിലൂടെ അവർ കടന്നു പോകുമായിരുന്നു, ഈ പാവപ്പെട്ട ജനം കടന്നു പോകുമായിരുന്നു. അപ്പോൾ ഈ ഞെരുക്കം കണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ആമോസ് പ്രവാചകന് ആകെപ്പാടെ അസ്വസ്ഥനായിരുന്നു എന്നുള്ളതാണ്. എല്ലായിടത്തും എന്താണ് അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തുന്നത് പറയുന്നത്? എല്ലായിടത്തും അഴിമതി ഉള്ളതാണ്. അതുപോലെ നീതി നിഷേധവും. അപ്പം നീതി നിഷേധവും കാണുകയാണ്. പ്രത്യേകിച്ച് നിയമ സംവിധാനത്തിലെ നീതി നിഷേധം, അതായത് അഴിമതി, പിന്നെ സമ്പന്നരുടെ സുഖലോലുപതയും, അതുപോലെ തന്നെ ദരിദ്രരെ ചൂഷണം ചെയ്യുന്നതും, ഇതെല്ലാം അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തി എന്നുള്ളതാണ്. ഈ സമ്പന്നരായിട്ടുള്ള മനുഷ്യരുടെ ദ്രവ്യാഗ്രഹം, ആർത്തി, അതിനുള്ള ആർത്തി, അവരുടെ സുഖലോലുപത, ആഡംബര ജീവിതം, എന്നാൽ അതേസമയം മതപരമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളിലോട്ട് കുറവുമില്ല എന്നുള്ളതാണ്. രണ്ടും രണ്ട് തലങ്ങളിലാണ്. ആണ്. മതപരമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് അവർ കൃത്യമായിട്ടൊക്കെ പാലിക്കുമ്പോഴും വളരെ നിഷ്കർഷമൊക്കെ പാലിക്കുമ്പോഴും, മറിച്ച് ഈ പ്രമാണങ്ങളുടെ ലംഘനത്തിന് രണ്ടാം ഭാഗത്തുള്ള 4 മുതലുള്ള ആ പ്രമാണങ്ങൾ ഉള്ള പാലനത്തിൽ, മനുഷ്യരോടുള്ള ആ ബന്ധത്തിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് പാവപ്പെട്ടവരോടുള്ള ബന്ധത്തിലെ കാഴ്ചയിൽ അവരുടെ ഉടമ്പടി ലംഘനം സംഭവിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തിന്മയുടെ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ കോപം ക്ഷണിച്ചു വരുത്തുമെന്നും, ഇവർ സമൂഹമായിട്ട് തന്നെ ഇസ്രായേൽ ജനത നാശത്തിലേക്കാണ് പോകുന്നതെന്നും അവർ തിരുത്തൽ നടത്തിയില്ലെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്നും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ആമോസിൻ്റെ പുസ്തകം വലിയ പുസ്തകമൊന്നുമല്ല, അധികം അധ്യായങ്ങളില്ലാത്തൊരു ഗ്രന്ഥമാണ്. ഇതിൽ എത്രയോ തവണ അത് മിക്കവാറും ഒരു 50% ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതാണ് പറയുന്നത്. അതിൽ കൂടുതലാണ് അവരുടെ ജനത്തിൻ്റെ പറയുന്ന ഒരു ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ അമിതമായിട്ടുള്ള സമ്പാദനം, സ്വത്ത് സമ്പാദനവും, അവരുടെ അഴിമതിയും, അവരുടെ ധൂർത്തും, ദരിദ്രരെ ചൂഷണം ചെയ്യുന്നതും, ന്യായാധിപന്മാരെ നീതി നിഷേധിക്കുന്നതുമായിട്ടുള്ളതിൻ്റെ വിവരണവും ഒക്കെയാണ്. അത് ഇതെല്ലാം അവരുടെ ഈ ജീവിത രീതി ദൈവത്തിൻ്റെ കോപം വിളിച്ചു വരുത്തും എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇന്നൊക്കെ നടക്കുന്നത്, ഒരു വ്യത്യാസമില്ല. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആമോസിൻ്റെ പുസ്തകം 2-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്. പ്രത്യേകിച്ച് പാവപ്പെട്ടവരോടുള്ള അവരുടെ ഈ സമ്പന്ന വർഗത്തിൻ്റെ പാവപ്പെട്ടവരോടുള്ള സമീപനം പറയുന്നുണ്ട്. ഒന്ന് വായിക്കാവോ? കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. അവർ നീതിമാന്മാരെ വെള്ളിക്ക് വിൽക്കുന്നു, ഒരു ജോഡി ചെരുപ്പിന് സാധുക്കളെയും. പാവപ്പെട്ടവരുടെ തല അവർ പൂഴിയിൽ ചവിട്ടിമെതിക്കുന്നു, ദരിദ്രരെ വഴിയിൽ നിന്ന് തള്ളി മാറ്റുന്നു, അപ്പനും മകനും ഒരേ യുവതിയെ പ്രാപിക്കുന്നു. ഓക്കെ,
അപ്പം നമ്മൾ 6ഉം 7ഉം വാക്യങ്ങളാണ് കാണുന്നത്. അപ്പം ഇവിടെ 4 കാര്യങ്ങളാണ് പറയുന്നത്. അവൻ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്ക് ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ അത് ആവർത്തിച്ച് ചെയ്യുകയാണ്, അബദ്ധത്തിൽ ചെയ്യുന്നതുമല്ല. നമുക്കറിയാം ചിലപ്പോഴ ഏതെങ്കിലും ചില അബദ്ധത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കാം. അതെ, അത് തിരുത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു തിരുത്തലുകൾ നടത്താം. ഇത് ആവർത്തിച്ചുള്ളതാണ്, ബോധപൂർവം ചെയ്യുന്നൊരു കാര്യമാണ്. ആവർത്തിച്ച് ചെയ്തിട്ടുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. അതിൽ എന്തൊക്കെയാണ്? തിന്മ എണ്ണി എണ്ണി പറയുകയാണ്. അവർ നീതിമാന്മാരെ വെള്ളിക്ക് വിൽക്കുന്നു. ഒന്നാമത്തെ കാര്യമാണ്, നീതിമാന്മാരെ വെള്ളിക്ക് വിൽക്കുന്നു. അപ്പോൾ ഇതിന് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നൊക്കെ അതിനെക്കുറിച്ചുള്ള കമൻ്ററിയിൽ നമ്മൾ കാണുന്നത്, വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണുന്ന പ്രധാനമായിട്ടും ഇത് ന്യായാധിപന്മാർക്ക് വലിയ കോഴ കൊടുത്തുകൊണ്ട് നീതി നിഷേധിക്കുന്നു. ആർക്കാണ്? നീതിമാന്മാർക്ക്. അവരെ വശത്താക്കുന്നു. അതായത് വെള്ളി സാമാന്യം വിലയുള്ള മൂല്യമുള്ള ഒരു ലോഹമാണ്. അത് നീതിമാന്മാരെ വെള്ളിക്ക് വിൽക്കുന്നു ആണ്. നീതിമാന്മാരെ വിലക്കെടുക്കുന്നു. നീതിമാന്മാരെ വിലക്കെടുക്കുന്നുള്ളതല്ല, ന്യായാധിപന്മാരെ വിലക്കെടുക്കും. ന്യായമാരെ വിലക്കെടുക്കുമ്പോൾ ഈ വെള്ളി കൊടുത്ത് വിലക്കെടുക്കുമ്പോൾ എന്താണ്? നീതി നിഷേധിക്കപ്പെടുന്നു ആണ്. അതായത് നീതിയുടെ അഡ്മിനിസ്ട്രേഷനിൽ, നിർവഹണത്തിൽ ഇവിടെ മുഖം നോട്ടം പാടില്ല എന്നുള്ളതാണ്. നീതിമാന് നീതി ലഭിക്കണം. അല്ല അച്ഛ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമില്ലത്. ഒരു ന്യായാധിപന്റെ വീടിന്റെ ചുറ്റുന്ന് കോടികളുടെ നോട്ട് കത്തിച്ച സംഭവം നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ നടന്ന കണ്ടതല്ലേ? അങ്ങനെ അപ്പൊ ഇങ്ങനെ നടക്കുന്നു, ഇങ്ങനെയൊക്കെ നടക്കുന്നത് കേസായിട്ട് വരുന്നു. പക്ഷെ വിധിയൊന്നും വന്നിട്ടില്ല. അപ്പം പക്ഷെ ഇങ്ങനെ വരുന്നു. പക്ഷെ നമുക്കറിയാം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന ന്യായാധിപന്മാർക്കെതിരെയായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ട്. അത് എല്ലാ രാജ്യത്തും ഉണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, നമ്മുടെ നാട്ടിലും ഉണ്ട്, തെളിയിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ളതും ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് നീതി ഇപ്പോൾ ഇസ്രായേലിലെ ചരിത്രം ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം നീതിമാന്മാരെ വെള്ളിക്ക് വിൽക്കുന്നു എന്ന് പറയുന്നത്, കുറ്റം ചെയ്ത അവൻ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. നീതിമാന്മാരെ വെള്ളിക്ക് വിൽക്കുമ്പോൾ കുറ്റം ചെയ്തവൻ എന്ന് പറയാൻ ന്യായാധിപന്മാർ അക്രമികൾക്കും കൊള്ളസംഘങ്ങൾക്കും സുരക്ഷിതത്വം നൽകുന്നു. നിൽക്കുന്നൊന്നുമല്ല, അവരെ സംരക്ഷിക്കുന്നു. അപ്പോൾ അവരെ സംരക്ഷിക്കുന്ന ന്യായപീഠങ്ങൾ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഒന്നാമത്തെ ഒരു കുറ്റമാണ്. രണ്ടാമത്തേത്, ഒരു ജോഡി ചെരുപ്പിന് സാധുക്കളെയും ഓർക്കണം. മറ്റേത് വെള്ളിക്കാണ്, ചെരുപ്പിന് ഇത്രേ വിലയുള്ളൂ. ഒരു ജോഡി ചെരുപ്പാണ് വെച്ചിരിക്കുന്നത്. മണ്ണിലൂടെ നമ്മൾ നടക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ചെരുപ്പിന് ഇത്രേ വിലയുള്ളൂ. അതായത് ഇതിൻ്റെ അർത്ഥം പറയുന്നത് ഇതാണ്, ഒരു ജോഡി ചെരുപ്പിന് സാധുക്കളെയും, അതായത് സാധുക്കളായിട്ടുള്ള മനുഷ്യർ ഒരു ചെറിയ തുകയ്ക്ക് തുക വായ്പ മേടിച്ചത് കൊടുത്തു വിട്ടാൻ പറ്റാത്തത് കൊണ്ട് ഇവരുടെ അടിമയായിട്ട് ആകുന്നു. അപ്പോൾ ഇവരെ അങ്ങ് വിൽക്കുകയാണ്. ഒരു ജോഡി ചെരുപ്പിന് അതിൻ്റെ വില ഇത്രയേ ഉള്ളൂ. നിസ്സാരമായിട്ടുള്ള തുക കൊടുത്തു വിട്ടാനായിട്ട് പറ്റാത്തത് കൊണ്ട് ഇവരെ അടിമകളാക്കുകയും ഇവരെ പിന്നീട് വിൽക്കുകയും ചെയ്യുന്നു. എത്ര തിന്മ നിറഞ്ഞ ഇതാന്ന് ഓർത്തോണം. അതായത് യാതൊരു പരിഗണനയില്ലാത്ത, ദരിദ്രരോട് യാതൊരു പരിഗണനയില്ലാത്ത ഒരു ജീവിത രീതി. ഇനി അടുത്തത് 3, പാവപ്പെട്ടവരുടെ തല അവർ പൂഴിയിൽ ചവിട്ടി മെതിക്കുന്നു എന്നുള്ളതാണ്. പൂഴി നമുക്കറിയാമല്ലോ, നിലത്ത്. അതായത് എത്രമാത്രം അവർ പൂഴി എന്ന് പറയുന്നത് ഏറ്റവും താഴെ മനുഷ്യർ ചവിട്ടി നടക്കുന്ന ഇതാണ്, പ്രതലമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഹ്യൂമിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ്. അവരെ എത്രമാത്രം അവഹേളിക്കുന്നു എന്നുള്ള സൂചനയാണ് ചവിട്ടി മതിക്കുന്നു. നമുക്ക് ഇംഗ്ലീഷിലെ ഹ്യൂമിലിറ്റി എന്നുള്ള വാക്ക് ലത്തീനിലെ ഹൂമുസ് എന്നുള്ള വാക്കിൽ നിന്നായിരുന്നു. ഹൂമുസ് എന്ന് പറയുന്നത് ഭൂമി. അപ്പം ഭൂമിയോളം താഴണം എന്ന് നമ്മൾ പറയും. ഭൂമിയോളം താഴണം ഹ്യൂമിലിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, എളിമയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതെന്ത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഭൂമിയാണ് എല്ലാ മനുഷ്യരുടെയും ചവിട്ട് കൊണ്ട് ഇരിക്കുന്നത്.
ഭൂമിയോളം താഴണം. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ എന്തുമാത്രം ചവിട്ടി മെതിക്കുന്നു എന്നുള്ളതാണ്. എന്തുമാത്രം, അതായത് സൃഷ്ടിയുടെ മകുടം എന്നല്ലേ, അവനെ മഹത്വം കൊണ്ട് മഹത്വത്തിൻ്റെ കിരീടം അണിയിച്ചു. സങ്കീർത്തനം 8:5 പറയുന്ന മഹത്വത്തിൻ്റെ കിരീടം അണിയിച്ചവനെയാണ്, അവൻ്റെ തലയാണ് കിരീടം അണിയിക്കേണ്ട തലയാണ് ചവിട്ടി ഈ ഭൂഴിയിൽ ചവിട്ടി ധരിക്കുന്നത്. അത് ആമോസിൻ്റെ പുസ്തകത്തിൽ പലയിടത്തും പലതവണയും മനുഷ്യനെ ചവിട്ടി മെതിക്കുന്ന, തല ചവിട്ടി മെതിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി അടുത്ത വർണ്ണം ദരിദ്രരെ വഴിയിൽ നിന്ന് തള്ളി മാറ്റുന്നു എന്നുള്ളതാണ്. അതായത് വഴി, സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അത് എല്ലാവർക്കും ഉള്ളതാണ്. ദരിദ്രർക്ക് പ്രത്യേക വഴി, സമ്പന്നർക്ക് പ്രത്യേക വഴി, അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് വഴി. അപ്പോൾ ഇവിടെ ഈ ഒരു അവകാശം, വഴിക്കുള്ള അവകാശം എന്ന് പറഞ്ഞാൽ യാത്രക്കാർക്കുള്ള ഈ അവകാശം എന്ന് പറയുന്നത് അത് ദരിദ്രനാണെങ്കിൽ മാറ്റുന്നു പറയുന്നത് അവൻ്റെ അവകാശം നിഷേധിക്കുന്നു ആണ്. ഇനി മറ്റ് ഈ സമ്പന്ന വർഗത്തിന് സംഭവിക്കുന്നവരുടെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യം അധാർമികതയാണ്. പ്രത്യേകിച്ച് ലൈംഗിക ധാർമ്മികത ചിലപ്പോൾ ഉണ്ടാകില്ല ചിലപ്പോൾ. അപ്പോൾ ഈ ലൈംഗിക കാരണം ഞങ്ങൾക്ക് എന്തും ആകാം, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, എല്ലാ മനുഷ്യരും ഞങ്ങൾക്ക് അടിമകളാണ്, മറ്റുള്ളവർ പാവപ്പെട്ടവർ ഞങ്ങൾക്ക് അടിമയാണ്. അതാണ് അപ്പനും മകനും ഒരേ യുവതിയെ പ്രാപിക്കുന്നു, അങ്ങനെ അവർ എൻ്റെ വിശുദ്ധനാമത്തിന് കളങ്കം വരുത്തുന്നു എന്ന് പറയുകയാണ്. പിന്നീട് ഒരുപാട് കാര്യങ്ങൾ അവരുടെ തിന്മയുടെ പ്രവൃത്തികൾ പറയുന്നുണ്ട്. എന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും പിന്നീട് നമ്മൾ കാണുന്നത് അതേ വാക്യം തന്നെ നോക്കുക, ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഈ അനുഗ്രഹങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? 10 മുതലുള്ള വാക്യങ്ങൾ. ഈജിപ്ത് ദേശത്ത് നിന്ന് നിങ്ങളെ മോചിപ്പിച്ച് മരുഭൂമിയിലൂടെ 40 വർഷം നയിച്ച് അമോര്യരുടെ ഭൂമി ഞാൻ നിങ്ങൾക്ക് സ്വന്തമായി നൽകി. നിങ്ങളുടെ മക്കൾ ചിലരെ പ്രവാചകന്മാരായും നിങ്ങളുടെ യുവാക്കന്മാരിൽ ചിലരെ നാസീർവ്രതക്കാരായും ഞാൻ ഉയർത്തി. ഇസ്രായേൽ ജനമേ, ഇത് വാസ്തവമല്ലേ? കർത്താവാനാണ് അരുളി ചെയ്യുന്നത്. എന്നാൽ നാസീർവ്രതക്കാരെ നിങ്ങൾ വീഞ്ഞു കുടിപ്പിച്ചു, പ്രവാചകന്മാരോട് പ്രവചിക്കരുതെന്ന് കൽപ്പിച്ചു. കറ്റകൾ നിറഞ്ഞ വണ്ടി കീഴോട്ടമരുന്നത് പോലെ ഞാൻ നിങ്ങളെ മണ്ണിനോട് ചേർത്ത് ഞെരിക്കും. ഓക്കെ, അപ്പോൾ നോക്കുക, അപ്പോൾ ദൈവം ഉയർപ്പിച്ച മനുഷ്യരാണ്. ദൈവം വളർത്തി അവർക്ക് പ്രത്യേകമായിട്ടുള്ള സംരക്ഷണം നൽകി, വിമോചിപ്പിച്ച് വളർത്തി സംരക്ഷണം നൽകിയിട്ടുള്ള ഉയർത്തിയ ദൈവം. ആ ദൈവത്തിൻ്റെ കാണിക്കുന്ന ധിക്കാരം കൂടിയാണ് അവർ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് അവർ പറയുന്നത്, ധിക്കാരത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമാണ്. അതായത് നിങ്ങൾ നാസിർ വ്രതക്കാരെ നിങ്ങൾ വീഞ്ഞു കുടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കഠിനമായിട്ടുള്ള തപശ്ചര്യയൊക്കെ ചെയ്യുന്ന, വീഞ്ഞ് ഒന്നും ഒരിക്കലും ഉപയോഗിക്കാത്ത ആളുകൾ, നാസിർ വ്രതക്കാർ, അവരെ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ വീഞ്ഞു കുടിപ്പിച്ചു. അത് നിങ്ങളുടെ ധിക്കാരമാണ്. പ്രവാചകന്മാരോട് പ്രവചിക്കരുതെന്ന് കൽപ്പിച്ചു. ആമോസിനെ കുറിച്ച് നമ്മൾ പറയുന്നൊരു കാര്യം, ആമോസിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, നമ്മൾ പിന്നീട് പറയും. ആമോസിനോട് പ്രവചിക്കരുതെന്ന് പറയാണ്. കാരണം ആമോസിൻ്റെ പ്രവചനം അവരെ അസ്വസ്ഥപ്പെടുത്തി എന്നുള്ളതാണ്. പ്രവചിക്കരുതെന്ന് കൽപ്പിച്ചു. എന്നിട്ട് ഇതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കറ്റകൾ നിറഞ്ഞ വണ്ടി കീഴോട്ടമരുന്നത് പോലെ ഞാൻ നിങ്ങളെ മണ്ണിനോട് ചേർത്ത് ഞെരിക്കും. ശിക്ഷയാണ്. കാരണം അത് ദൈവത്തെ നിന്ദിക്കുകയാണ്. അവരുടെ ഉടമ്പടിക്ക് വിരുദ്ധമായിട്ട് അവർ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ ശിക്ഷ ലഭിക്കുമെന്ന് നിരന്തരം ആമോസ് പ്രവാചകന് ഓർമ്മിപ്പിക്കുന്നു. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇത്രയും സമയം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇസ്രായേലിൽ നടമാടിയിരുന്ന ഈ അക്രമങ്ങളെക്കുറിച്ചും അനീതികളെക്കുറിച്ചെല്ലാം നീതിയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആമോസ് അതിശക്തമായ രീതിയിൽ ഇടപെടുന്നതും സംസാരിക്കുന്നതും കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയായിരുന്നു. നമ്മൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ശ്രമിക്കുന്നതാണ്. നമ്മളോട് ഇത്രയും സമയം ഇക്കാര്യങ്ങൾ പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യൽ അച്ഛനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ബൈബിളിലെ സാമൂഹ്യ ദർശനം,
ഗുഡ്നെസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.